ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതികൾക്കായി ഇഡി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികൾ SITക്ക് നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് വിലയിരുത്തി ഇഡി പണമിടപാടുകൾ സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇഡി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എൻ വാസു, എ പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, എസ് ശ്രീകുമാർ, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരെ ഇഡി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിനായിരിക്കും ആദ്യം കസ്റ്റഡി അപേക്ഷ നൽകുക. തുടർന്ന് മറ്റു പ്രതികളെയും ചോദ്യം ചെയ്യും. തന്ത്രി കണ്ഠരര് രാജീവരൊഴികെ നേരത്തെ അറസ്റ്റിലായ എല്ലാ പ്രതികളുടെയും മൊഴിപ്പകർപ്പുകൾ ഇഡി പരിശോധിച്ചിരുന്നു. കണ്ഠരര് രാജീവരുടെ മൊഴി കൂടി SITയിൽ നിന്ന് ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. മൊഴിപ്പകർപ്പും റിമാൻഡ് റിപ്പോർട്ടും ആവശ്യപ്പെട്ട് SITക്ക് ഇമെയിൽ അയക്കും. നിലവിൽ SITക്ക് പ്രതികൾ നൽകിയ മൊഴികളിൽ സ്വത്ത് വിവരങ്ങൾ, പണമിടപാടുകൾ എന്നിവയിൽ വ്യക്തതയില്ല. ഇതിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ SIT നടത്തിയിട്ടുമില്ല. ജനം, കൊച്ചി.